ഒരു ജോലിക്കും അത്തരം ഒരു പോസ്റ്റിംഗ് ഓർഡർ ഇല്ല. ആ കൊടുക്കുന്ന ഓർഡറിന് പറയുന്ന പേര് കമ്മീഷനിങ് എന്നാണ്. കമ്മീഷൻഡ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് പാലവും തോടുകളും അല്ലെങ്കിൽ റെയിൽവേ വലിയ ട്രാക്കുകളും ഒക്കെ കമ്മീഷൻ ചെയ്യുന്ന പോലെ ഈ മനുഷ്യന്റെ ജീവൻ ഈ രാജ്യത്തിന് വേണ്ടി കമ്മീഷൻ ചെയ്യുകയാണ് ഇന്ത്യൻ പ്രസിഡന്റ്. അയാൾക്കൊരു വ്യക്തി ജീവിതമില്ല, പിന്നെ അല്ലെ രാജ്യത്തിന് സമർപ്പിക്കപ്പെടുകയാണ്. അപ്പം മറ്റൊരു ജോലിക്കും ഇല്ലാത്ത ഏറ്റവും വലിയ പ്രിവിലേജുകളുള്ള ഒരു ജോലിയാണ് ഇന്ത്യൻ ആർമിയിലും നേവിയിലും എയർഫോഴ്സിലും കമ്മീഷൻഡ് ആയിട്ട് ജോയിൻ ചെയ്യുക. മറ്റൊന്നിനുമില്ല കമ്മീഷനിങ്. ഈവൻ ജഡ്ജിയെ നിയമിക്കുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. പക്ഷെ അതിന് പറയുക വാറണ്ട് എന്നാണ്. ജഡ്ജ് ഹൈക്കോടതിയിലായാലും സുപ്രീം കോടതിയിലായാലും ജഡ്ജസിനെ നിയമിക്കുന്നത് വാറണ്ടാണ്. നേരെ മറിച്ച് കമ്മീഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് സമർപ്പിക്കുക. അത് കമ്മീഷൻ ചെയ്യുന്നത് കമ്മീഷൻ അത് രാജ്യത്തിന് തുറന്നു കൊടുക്കുകയാണ്, രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. അപ്പൊ മറ്റൊരു ജോലിയിലും ഇപ്പൊ സിവിൽ സർവീസിലെ മറ്റ് സർവീസുകൾ എന്ത് തന്നെയായാലും അവർ കമ്മീഷൻ ചെയ്യില്ല, അവർക്ക് ഓർഡർ കിട്ടുകയാണ്, നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കുന്നു. പക്ഷെ ഇന്ത്യൻ ഡിഫൻസിലെ 3 തസ്തികയിലുള്ള 3 കോഴ്സിലുള്ള ഉദ്യോഗസ്ഥര് കമ്മീഷൻ ചെയ്യാണ്. അപ്പോൾ അത് വലിയൊരു പ്രിവിലേജാണ്. പിന്നെ ഈ പ്രോട്ടോകോൾ പ്രൊഫൈൽസ് ഉണ്ട് ഇന്ത്യക്ക്. 1ാമത്തെ പ്രോട്ടോകോളിൽ പെടുന്ന ആൾ ഇന്ത്യൻ പ്രസിഡന്റാണ്. അങ്ങനെ 2-3 വൈസ് പ്രസിഡന്റ്, ഇന്ത്യൻ പ്രധാനമന്ത്രി, മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാര്, അങ്ങനെ താഴേക്ക് വരുമ്പോൾ ആദ്യത്തെ പട്ടികയിൽ പെടുന്ന ബ്യൂറോക്രാറ്റ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ ആംഡ് ഫോഴ്സസിന്റെ ചീഫുമാരാണ്. പ്രഥമ പൗരന് താഴേക്ക്. അതെ, ഞാൻ മനസ്സിലാക്കുന്നത് 12ാമത് പ്രോട്ടോകോൾ പ്രൊഫൈൽസ് കിട്ടുന്ന ഇന്ത്യയിലെ ഏക ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ഈ ട്രൈ കളർ ഓഫീസേഴ്സ്, അതായത് ജനറൽ, ഇന്ത്യൻ ആർമി ജനറൽ അഡ്മിറൽ അല്ലെങ്കിൽ എയർ ചീഫ് മാർഷൽ എന്ന് പറയുന്ന ഈ 3 ഉദ്യോഗസ്ഥരാണ്. ഒരു സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി, നമ്മൾ ഈ കാണുന്ന ഏറ്റവും മുതിർന്ന IAS ഓഫീസർ ആയിട്ടുള്ള ചീഫ് സെക്രട്ടറിയുടെ സ്ഥാനം എന്ന് പറയുന്നത് 22ാമതാണ് ഒരു സംസ്ഥാനത്ത്. നമ്മുടേത് 11ആണ്. 11. അപ്പൊ ഞാൻ പറയുന്നത് ഈ രാജ്യം ഒരു ഇന്ത്യൻ ആർമിയിലും നേവിയിലോ അല്ലെങ്കിൽ എയർഫോഴ്സിലൊക്കെ ഓഫീസറായിട്ട് വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം ഒരു പക്ഷേ ഈ സൗത്തിൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾക്ക് ഇതിനെപ്പറ്റി അറിയുന്നില്ല. അപ്പൊ നമ്മൾ ജനറലി കാണുന്നത് ഒരു സിവിൽ സർവീസ് ജോബാണ്. അപ്പോൾ ഈ നാടിനോട് സേവനം ചെയ്യുന്നതിലുപരി അതിന് കിട്ടുന്ന ഒരു മോഹിപ്പിക്കുന്ന ഒരു ചുറ്റുപാട് ഒക്കെ ഉണ്ടല്ലോ, അതായിരിക്കും ഒരു പക്ഷേ ഈ കുട്ടികളെ കൂടുതൽ സ്വാധീനിക്കുന്നത് എനിക്ക് തോന്നുന്നു. അതിനനുസരിച്ച് ധാരാളം കോച്ചിങ് സെന്ററുകൾ വരുന്നു. 800 പോസ്റ്റിലേക്ക് സിവിൽ സർവീസ് എക്സാമിൽ 800 തസ്തികകൾ വരുമ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യുന്ന 10 ലക്ഷം ആളുകളാണ് അപ്ലൈ ചെയ്യുന്നുണ്ട്. തത്വാര അത്ര തന്നെ ഒരു ഇതില്ലെങ്കിലും ആംഡ് ഫോഴ്സിലെ ഓഫീസേഴ്സ് അറിയുന്നവർക്ക് തീർച്ചയായും അത് ഒരു സ്വപ്ന ജോലി തന്നെയാണ്. അതിലേക്ക് എത്തിപ്പെടുമ്പോൾ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുകയാണ്, കമ്മീഷൻ ചെയ്യുകയാണ്. അപ്പോൾ അതാണ് ഈ കമ്മീഷനിങ് എന്ന് പറയുന്ന വാക്കിൻ്റെയും ജോലിയുടെയും ഏറ്റവും വലിയ പ്രാധാന്യം.